മലപ്പുറം കവളപ്പൊയ്ക ഇല്ലിക്കാട് കടവിൽ കലക്കപ്പുഴയ്ക്ക് കുറുകെ ഒരു പാലം വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. 400ഓളം കുടുംബങ്ങൾക്ക് എടക്കര ടൗണിലേക്കുള്ള യാത്രാമാർഗമാണിത്. പ്രദേശത്തുള്ളവർക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഈ ദുരിതത്തിന് ഒരു പരിഹാരം എന്നുണ്ടാകുമെന്ന ചോദ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. ഇല്ലിക്കാട് നിവാസികളുടെ ഈ ദുരിതം തുടങ്ങിയിട്ട് വർഷമേറെയായി. കലക്കൻപുഴ മുറിച്ചു കടക്കാൻ ഒരു നടപ്പാലമുണ്ട്. ഏതു നിമിഷവും തകർന്നു വീഴാൻ പാകത്തിലാണ് ഈ പാലത്തിൻ്റെ വലിപ്പം. ഇവിടുത്തെ വിഷയം എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ കണ്ടത് തന്നെയാണ് ഈ പ്രദേശവാസികൾ നേരിടുന്ന പ്രശ്നം. ഇത് വലിയൊരു വളരെ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തെ സംബന്ധിച്ചോളം. ഈ പ്രദേശം മറ്റുള്ള മേഖലകളിൽ നിന്നും മഴക്കാലത്ത് ഒറ്റപ്പെട്ട് കഴിയുകയാണ്. വേനൽക്കാലത്ത് ഈ പ്രദേശവാസികളുടെ ആശ്രയം ഈ പ്രദേശവാസികൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഈ താൽക്കാലിക നടപ്പാലമാണ്. ഈ മണലിട്ടിട്ടുള്ള ഈ തിണ്ടയാണ്. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരിക എന്നുള്ളതാണ്. കാരണം എന്താണ് അധികാരികൾ ഞങ്ങളോട് ചെയ്യുന്ന ഈ അവഗണന തുടരുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. 40 കൊല്ലമായിട്ട് ഈ പാലം എന്ന ആവശ്യമായിട്ട് മുന്നോട്ട് പോകുന്നു. നിലവിലെ നടപ്പാലം വളരെ അപകടാവസ്ഥയിലാണ്. അതിലൂടെ കാൽനട യാത്രയ്ക്ക് പോലും സാധ്യമല്ലാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങളുമായി പോവുകയാണ്. ഞാൻ ഇവിടെ വന്നിട്ട് 24 വർഷമായി താമസം തുടങ്ങി. ഞാനൊരു റവന്യൂ ജീവനക്കാരൻ. ഇപ്പോൾ കഴിഞ്ഞ വർഷം റിട്ടയറായി. ഞാൻ പോയത് ഇവിടെ വെള്ളം കയറി കഴിഞ്ഞാൽ ഈ തോട്ടത്തിൽ കൂടെ പിന്നെ മുണ്ടും ഇങ്ങനെ പൊക്കി പിടിച്ച് കുട്ടികളുണ്ട്, കുട്ടികളെ കൈ പിടിച്ച് കയറി പോകുന്ന അങ്ങനെ അവസ്ഥയായിരുന്നു. ഞങ്ങളിപ്പം പല ആൾക്കാർക്കും, പല നേതാക്കന്മാർക്കും, പല ഓഫീസുകളിലും, എൻ്റെ വില്ലേജ് ഓഫീസിൽ വരെ ഞങ്ങൾ നിവേദനങ്ങൾ കൊടുത്ത അതിന് പോലും ഇതുവരെ തീരുമാനമായിട്ടില്ല. ഇപ്പോൾ ഇവിടെ സ്കൂൾ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ ഈ പാലം വന്ന് എത്ര കുട്ടികൾ ഇതിൽ പോകും? സ്കൂൾ ബസ്സുകളെല്ലാം ഇതിലേ വരുന്നത്. വേനൽക്കാലമായി ഇവിടെ ഈ നടപ്പാലം ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ എന്തുമാത്രം വണ്ടിയാണ് കയറി പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ള അടിയന്തരമായിട്ട് ഇവിടെ ഒരു പാലം വരണം. അത് ഈ നാടിനെ വികസിപ്പിക്കാനാണ്. അതിന് ഇവിടുത്തെ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കൈയായിട്ട് ഇറങ്ങണം. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ആക്ഷൻ കൗൺസിൽ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ കഴിയും അതിനും ഞങ്ങൾ കൂടിത്തരാം. ഇതാണ് ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ഈ ചെറിയ കുട്ടികളെ നിങ്ങളിപ്പോൾ കണ്ടില്ല അവസ്ഥ. ഇവിടെ എത്രയോ കുട്ടികൾ വീഴുന്നുണ്ട്, തെന്നി മറിഞ്ഞ്. കുട്ടികൾക്ക് പോകണ്ടേ, സ്കൂളിലേക്ക് പോകണ്ടേ? അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് പോകുകയാണെങ്കിൽ അങ്ങനെ പോകണം. നമുക്ക് 2-3 കിലോമീറ്റർ ചുറ്റി വളയണം. ഇതൊക്കെ ഞങ്ങൾ അധികാരികളുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരാനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അധികാരികൾക്ക് മുമ്പിൽ പരാതിപ്പെട്ടിട്ടും നടപടി മാത്രമില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഞാനിവിടെ താമസം തുടങ്ങിയിട്ട് ഈ വഴിക്കട പഞ്ചായത്തിൽ താമസം തുടങ്ങിയിട്ട് എന്നെ 35 വർഷമായി. അന്ന് തൊട്ട് ഇതിന് മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പല ആൾക്കാരും വന്നുകൊണ്ട്. എന്നിട്ടും ഇതിന് കാണേണ്ട എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും എല്ലാവരെയും കണ്ടിട്ടും പിന്നെ ഇതിന് യാതൊരു ഉത്തരവാദിത്തം ജനങ്ങളോട് കാണിക്കാത്ത രീതിയിൽ, ഞങ്ങളോട് ഇവിടെയുള്ള ജനങ്ങളോട് കാണിക്കാത്ത നിലയിലാണ് ഈ പറയപ്പെട്ട എല്ലാവരും പെരുമാറുന്നത്. ഞങ്ങൾക്ക് അതിൽ അതിയായ ദുഃഖമുണ്ട്. ഇതാണ് നമ്മൾ തൊട്ട് മുമ്പ് സൂചിപ്പിച്ച ആ പാലം. ഇതിന്റെ പല ഭാഗങ്ങളും പൊട്ടി തകരാറിലായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ ഇതിലൂടെ നടന്നു വരുന്നുണ്ട്. മോനെ, സ്കൂളിൽ പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് പാലം കിട്ടിയേ തീരും. മഴ കാരണം ബസ്സിൽ പോകുന്നുണ്ട്. പക്ഷെ മദ്രസയിലേക്ക് പോകുമ്പോ കോട ചൂടി പോകേണ്ടി വരും. മേത്തൊക്കെ ചളി തെറിക്കുന്നുണ്ടല്ലേ? എന്തായാലും വലിയ ദുരിതമാണ് ഈ കുട്ടികളൊക്കെ പറയുന്നത്. ഇവിടെ കൂടിയൊക്കെ വെള്ളം കയറിയ വണ്ടികൾക്കും ഞങ്ങൾക്കൊന്നും പോകാൻ പറ്റൂല. അപ്പൊ ആകെ പ്രശ്നം. സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ല. യൂണിഫോം ഒക്കെ നല്ല നനയും. വണ്ടികൾക്കൊന്നും പോകാൻ പറ്റൂല. ഇവിടെ വഴുക്കൊക്കെ ചെയ്യും. നല്ല ബുദ്ധിമുട്ടാണ്. എന്തായാലും ചെറിയ കുട്ടികളാണ്. അവർ പറയുന്നതിലും ഒരു വാസ്തവം ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മഴക്കാലമായി ഇവിടെ വെള്ളം കയറിയാല് ഞങ്ങള് പറമ്പക്കൂടെ ഒക്കെയാണ് പോവല്. ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു പാലം റെഡിയാക്കി തരണം. എന്തായാലും കൊച്ചു കുട്ടികളാണ്, നമുക്കറിയാം. സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് കുട്ടികളും പങ്കുവയ്ക്കുന്നത്. എന്തായാലും അധികാരികൾ ഈ കുട്ടികളുടെ വാക്കുകൾ എന്തായാലും ഉൾക്കൊള്ളണം. അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. കൃഷ്ണകുമാറിനൊപ്പം
ഈ സോണൽ കൃഷ്ണ, ജനം, മലപ്പുറം.